മത്സരം നടക്കുന്ന ദുബായിലാണ്. പാകിസ്ഥാനാണ് ആതിഥേയരെങ്കിലും അവർക്ക് സ്വന്തം നാട്ടിൽ ഇന്ത്യയോട് കളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. ഇല്ലെങ്കിൽ ഒരു ന്യൂട്രൽ വെന്യൂ പോലെയായി മാറി ഇപ്പോൾ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ മത്സരം. ദുബായിൽ നിന്ന് നമ്മുടെ പ്രതിനിധി അരുൺ പാറാട്ടുണ്ട്. അരുൺ പാറാട്ട്, ആവേശത്തിലായിരിക്കും ദുബായിലെ കാണികളും. ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു മത്സരം പോലെയായി മാറി. ഒരുപക്ഷെ പാകിസ്ഥാനിൽ നടക്കേണ്ടിയിരുന്ന മത്സരമാണ് ദുബായിൽ കിട്ടിയതിൻ്റെ ആവേശമുണ്ട്. ഒപ്പം തന്നെ ഇരു ഫാൻസിനും ഒരുപോലെ ആരാധകർ അവിടെയൊക്കെ തന്നെ എത്താൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. എന്താണ് അവിടുത്തെ ഒരു വിശേഷങ്ങൾ? ചാമ്പ്യൻസ് ട്രോഫിയുടെ ആവേശകരമായ മത്സരം ഏതാനും നിമിഷങ്ങൾക്കും ഈ ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തുടങ്ങാനിരിക്കുകയാണ്. ആരാധകരെല്ലാം തന്നെ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ തിരക്കാണ്. അതിനാൽ തന്നെ പോലീസുകാർ വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ആളുകളെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. വലിയ തോതിൽ ആരാധകർ എത്തിത്തുടങ്ങുന്ന കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ ആരാധകരും പാകിസ്ഥാൻ ആരാധകരും ഏറെയുള്ള ഈ ദുബായ് നഗരത്തിൽ ഇന്നത്തെ വാശിയേറിയ പോരാട്ടം വലിയ തോതിൽ തന്നെ ആവേശമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനായുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ഇപ്പോൾ ആളുകൾ ഓരോരുത്തരായി എത്തി തുടങ്ങിയിരിക്കുകയാണ്. ആവേശം അതിന്റെ ഉച്ചസ്ഥായിലെത്തുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. ആര് ജയിക്കും? ഇന്ത്യ. ആദ്യമായിട്ടാണ് അവിടെ ക്രിക്കറ്റ് കാണാൻ വരുന്നത്. എങ്ങനെയാ ഈ ടിക്കറ്റ് കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ട്? കാരണം 5 മിനിറ്റ് ആയിരുന്നു ടിക്കറ്റ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ മുഴുവൻ വിറ്റുപോയി എന്നാണ് കിട്ടിയത്. എങ്ങനെയാ ടിക്കറ്റ് കിട്ടിയത്? എങ്ങനെയാ? ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ത്രൂ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. വിജയം കണ്ട് മടങ്ങാന്നുള്ള പ്രതീക്ഷ ഉറപ്പായിട്ടും ജയിക്കും. മിക്കവാറും നമുക്ക് അവസാനമായിരിക്കും കോഹ്ലിയും രോഹിത്തിനൊക്കെ കാണാൻ പറ്റുന്നത്. സോ നമുക്ക് ഇത് ജയിക്കണമെന്ന് വളരെ നിർബന്ധമാണ്. സോ വി ഹോപ്പ് ഇറ്റ് വിൽ ബി എ വെരി കോമ്പറ്റീറ്റീവ് മാച്ച്. എന്തായാലും ഇവിടെ തന്നെ ഇന്ത്യയുടെ ഫൈനൽ കാണാനുള്ള പ്രതീക്ഷ ഉണ്ടോ? തീർച്ചയായും ഇത്തരത്തിലുള്ള ആരാധകർ വലിയ തോതിൽ തന്നെ പ്രതീക്ഷയിലാണ്. ഈ സ്റ്റേഡിയത്തിൽ തന്നെ ഇന്ത്യയുടെ ഫൈനൽ മത്സരം ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും എടുക്കുന്നത്. എന്തായാലും അല്പസമയത്തേക്ക് ഒരു മത്സരം തുടങ്ങും.